عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله تعالى وسلم على خير خلقه نبينا وحبيبنا محمد وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا والنساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വേദിയിലെ സദസ്സിലെ ഏറെ ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സർവലോകനാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഇരുത്തം ഒരു നന്മയായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. കുടുംബം എന്ന സംവിധാനം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മനുഷ്യരുടെ ശരിയായ നിലനിൽപ്പ് കുടുംബ സംവിധാനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവ് മാലോകരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന നേതൃത്വം ഒരു കുടുംബ മീറ്റുകള്, സംഗമങ്ങള് എല്ലാ യൂണിറ്റുകളിലും നടത്തണമെന്ന നിർദ്ദേശം തന്നിട്ടുള്ളത്. ആകെ അരമണിക്കൂറിൽ കുറഞ്ഞ സമയമാണ് ഒരു 70-80 കൊല്ലക്കാലം നമ്മൾ ജീവിക്കേണ്ട അനുഭവങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ മുമ്പിലുള്ളത്. ഞാനൊരു പ്രസംഗത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും മുതിരുകയല്ല. സംഗമം നടക്കുമ്പോൾ ഒരു ഹത്തീബായി കുറച്ചു കാലം, ഒരു 1.5-2 വർഷത്തോളം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ മഹല്ലിലെ എല്ലാ അംഗങ്ങളെയും ഒന്ന് നേരിട്ട് കാണണം എന്ന ഒരാഗ്രഹം കൊണ്ടാണ് ഒരല്പനേരം മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അള്ളാഹു തുണക്കുമാറാവട്ടെ. പ്രിയരെ, കുടുംബം എന്നത് ഒരു മഹാ അത്ഭുതമാണ്. മനുഷ്യനെല്ലാം നൽകുന്നത് കുടുംബമാണ്. നമ്മുടെ ജനനവും മരണവും നടക്കുന്നത് കുടുംബത്തിലാണ്. സ്നേഹവും ലാളനകളും കാരുണ്യവും വാത്സല്യവും കിട്ടുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ തീനും കുടിയും ഉറക്കവും ഉണർച്ചയും അവിടെയാണ്. നമ്മൾ ഇരിക്കാനും നടക്കാനും സംസാരിക്കാനും എല്ലാം പഠിക്കുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ സ്വഭാവവും ഭാഷയും സംസ്കാരവും പഠിക്കുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ലോകത്തെ അതുല്യമായ ആകർഷണ കേന്ദ്രം, ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം, നമ്മൾ എവിടെ പോയാലും തിരിച്ചെത്തണമെന്ന് നമ്മൾ കൊതിക്കുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്, നമ്മുടെ കുടുംബത്തിലേക്കാണ്. മനുഷ്യന്റെ സന്തോഷത്തിന്റെ, മനുഷ്യന്റെ സങ്കടങ്ങളുടെ ഏതേത് മേഖലകളാണെങ്കിലും നമ്മുടെ അഭയ കേന്ദ്രം എന്നത് നമ്മുടെ വീടാണ്, നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തിലെ നമ്മുടെ ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഭൂമുഖത്തെ മനുഷ്യ ബന്ധങ്ങൾ ശരിയായ വിധത്തിൽ തിരിച്ചറിയുകയും ആ ബന്ധങ്ങൾ ആവശ്യപ്പെടുന്ന ബാധ്യതകൾ പൂർത്തീകരിക്കലുമാണ് നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത്. ബന്ധങ്ങൾ ഒരുപാട് പേരുണ്ട്, പല വിധത്തിലുണ്ട്. നമ്മുടെ സൃഷ്ടാവായ റബ്ബിനോടുള്ള നമ്മുടെ ബന്ധം, നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോടുള്ള ബന്ധം, നമുക്ക് നമ്മുടെ ചോരയുടെ തുടർച്ചയായ നമ്മുടെ മക്കളുടെ ബന്ധം, ഇവക്കൊക്കെ കാരണക്കാരായി തീരുന്ന നമ്മളുടെ ഇണകളുമായുള്ള ബന്ധം, ഈ പ്രകൃതിയുമായുള്ള ബന്ധം, എല്ലാ ബന്ധങ്ങളും, ഈ ബന്ധങ്ങൾ ആവശ്യപ്പെടുന്ന ദൗത്യം പൂർത്തീകരിക്കലാണ് ജീവിത ദൗത്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ദീൻ എന്ന് പറയുന്നത്. അത് നിസ്സാരമല്ല. ഖുർആൻ അതിനെ കാണുന്നത് എങ്ങനെ അറിയാമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്,
الذين يوفون بعهد الله ولا ينقضون الميثاق والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب إنما يتذكر أولو الألباب അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഓർക്കുന്നത് ബുദ്ധിമാന്മാരാണ്. അവരാരാ? അള്ളാഹുവോടുള്ള കരാറിനെ പൂർത്തീകരിക്കുന്നവരാ. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, ചാർത്തണമെന്ന് ചേർക്കണമെന്ന് സർവേശ്വരൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങളെ ചാർത്തുന്നവരാണ് അവര്. അതിനവരെ പ്രേരിപ്പിക്കുന്നത് വയഖശൗന റബ്ബഹും വയഖാഫൂന സുഅൽ ഹിസാബ്, തന്റെ റബ്ബിനെ അവർ ഭയപ്പെടുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ വേദനാജനകമായ ഒരു വിചാരണയുണ്ടാകുമെന്നതിനെ അവർ സാഹൂതം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവോടുള്ള ആ ബന്ധം നമ്മൾ എവിടെ മുറിക്കുന്നുവോ, അവനോടുള്ള ഭയം നമുക്ക് എവിടെ കുറഞ്ഞു പോകുന്നുവോ, വിചാരണയെ നമ്മൾ എന്ന് അതിന്റെ ഘനം, അതിന്റെ ഭയം കുറഞ്ഞു പോകുന്നുവോ, ഉറപ്പ് അവിടെ ബന്ധങ്ങൾ തകർന്നിരിക്കും. ശരി, നമുക്ക് അപ്പോ ചിന്തിക്കേണ്ടത് ഇവിടെ തത്വപ്രസംഗത്തിന് പ്രസക്തിയില്ലല്ലോ. കുടുംബം എന്ന് പറയുമ്പോ ഒരിക്കലും തത്വങ്ങളിലൂടെ പറയാനേ പറ്റുന്ന ഒരു സംഗതിയല്ല. കാരണം ജീവിതമാണ്, ഓരോരുത്തരും വ്യത്യസ്തമാണ്, ഓരോ ആളുകളും വ്യത്യസ്തമാണ്. ഒരാണിന്റെ കയ്യില് ഒരു പൂ കിട്ടിയാൽ ആ ആണെന്താ ചെയ്യുക? ഒരു പൂ കിട്ടിയാൽ അവൻ ആദ്യം ഒന്ന് മണക്കും, അതിന്റെ എതളുകൾ പറിക്കാൻ ശ്രമിക്കും. ഈ സാധനം നേരെ ഒരു പെണ്ണിന്റെ കയ്യിൽ കിട്ടിയാൽ അവൾ ഈ പറഞ്ഞ മാതിരി ഒന്ന് മണക്കും, ഒന്ന് ചൂടുക ചെയ്യുക. ഒരാള് എതളുകൾ പറിക്കുകയും മറ്റൊരാൾ അത് ചൂടുകയും ചെയ്യുക എന്നുള്ളതാണ്. 4 കല്ല് ഒരാണിന്റെ കയ്യിൽ കിട്ടിയാൽ അത് എടുത്തിട്ട് അവൻ എറിയും. 4 പെൺകുട്ടികളുടെ കയ്യിലാണ് കല്ല് കിട്ടുന്നതെങ്കിൽ അതുകൊണ്ട് അവൾ കളിക്കും. ഒരേ സാധനം ഒരുത്തൻ എറിയുകയും മറ്റൊരാള് കളിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് 2 പ്രകൃതി. ഈ 2 പ്രകൃതിയും തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോ പ്രിയപ്പെട്ടവരെ, ഉറപ്പാണ് ആ ബന്ധങ്ങൾ എങ്ങനെയാകണം എന്നതാണ്. ഒന്ന് പറിക്കാനും ഒന്ന് ചൂടാനുമാണ് ആഗ്രഹമെങ്കിൽ ഇത് രണ്ടും പാടെ ചേരുമ്പോൾ എന്താ ഉണ്ടാവുക? അവിടെയാണ് വിശ്വാസികളായ നമ്മളോട് അള്ളാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന മാത്രമാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബന ഹബ് മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, എന്റെ ഇണകളിൽ നിന്ന്, എന്റെ മക്കളിൽ നിന്ന് എനിക്ക് നീ കുളിർമ തരണം. അല്ലേ? എന്ത് തരണം? റബ്ബന ഹബ് മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുൻ, ആനന്ദം തരണം. നമ്മൾ ഈ വാക്ക് ശരിക്കും പഠിക്കണം. സമാധാനമല്ല ചോദിക്കുന്നത്, സമാധാനത്തിന്റെയും ഒക്കെ സക്കീനത്തിന്റെയും ഒക്കെ ഏറ്റവും ഉയർന്ന ലെവലുണ്ട്. ഈ ആനന്ദം എന്ന വാക്കിന് സൂപ്പർലേറ്റീവ് ഇല്ല. അങ്ങനെയാണ്. ആനന്ദമാണ് അതിന്റെ ഏറ്റവും വലിയ പരിധി. എന്റെ മക്കളെ കാണുമ്പോൾ എനിക്ക് എന്റെ മനസ്സിനൊരു കുളിർമ കിട്ടണം, എന്റെ ഇണകളെ കാണുമ്പോൾ എനിക്ക് കുളിർമ കിട്ടണം, ആനന്ദം കിട്ടണം. സത്യത്തിൽ ആ കുളിർമ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കിട്ടാൻ നമുക്ക് ആവശ്യമായി വരുന്നത് എന്തറിയോ? ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും പടച്ച റബ്ബ് പരസ്പരം പിന്നെ ഒരു വസ്തുവിന് മറ്റൊരെണ്ണത്തിന് ആവശ്യമായി വരുന്ന വിധത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ പറയുന്ന വാക്കുകൾ കൂടുതൽ കൂടുതൽ ചിന്തിച്ചു പോകണം. ഒന്നിനെ മറ്റൊന്നിന് ആവശ്യമായി വരുന്ന വിധത്തിൽ. എന്നിട്ട് അങ്ങനെ തന്നെയാണ് ആണുങ്ങളെയും പെണ്ണിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്, ഇണകളാക്കിയിട്ട്. ഇത് പറഞ്ഞു, ആണിന്റെ സമാധാനം പെണ്ണിനെയും പെണ്ണിന്റെ സുരക്ഷ ആണിനെയും ഏൽപ്പിച്ചു. ആണിന്റെ സമാധാനം പെണ്ണിനെയും പെണ്ണിന്റെ സുരക്ഷ ആണിനെയും ഏൽപ്പിച്ചു. എന്നിട്ട് രണ്ടുപേരോടും പറഞ്ഞു, കുല്ലുക്കും റാഅ് വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. ഈ ഭാഗം ശരിയായാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിച്ചു എന്ന് നിങ്ങളോട് ചോദിക്കൂട്ടോ എന്ന് സർവലോകനാഥൻ ഉണർത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് പഠിപ്പിച്ചു തരാം. എന്നിട്ട് പറഞ്ഞു, ഈ രംഗം ശരിയായാൽ ജീവിതം സുഖകരമാവും. ഇല്ലേ?
ജീവിതം നരകായിരിക്കും. ജീവിക്കുന്ന യാഥാർത്ഥ്യം ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാനും നിങ്ങളൊക്കെ ജീവിതം നയിക്കുന്നവരൊക്കെ കുറെ കാലമായി തുടങ്ങിയിട്ട്. മാത്യു വെല്ലൂർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ നല്ലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ തുടക്കത്തില് പുസ്തകത്തിന്റെ പേര് ദാമ്പത്യം, ബന്ധം, ബന്ധനങ്ങൾ എന്നാണ്. ഞാൻ വെറുതെ ഒന്ന് ഉണർത്താൻ വേണ്ടി സൂചിപ്പിച്ചേ ഉള്ളൂ. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഒരു ഒന്നാമത്തെ പേജിൽ എഴുത്തുകാരൻ ഒരു പേന പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. നാളെ നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. സ്വർഗത്തില് നമ്മുടെ വിവാഹം നടന്നിട്ടില്ല. നാളെയാണ് നമ്മുടെ വിവാഹം. ആ വിവാഹത്തില് ആണാണ്. നമുക്ക് സെലക്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്, പെൺകുട്ടികളുണ്ട്. കൂട്ടത്തിൽ നിങ്ങളുടെ ഇവിടുത്തെ ഇണയുണ്ട്. ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യുക. ആളെ തന്നെ സെലക്ട് ചെയ്തോളണമെന്നൊന്നുമില്ല. നമ്മുടെ സെലക്ഷൻ തുടങ്ങാണ്. കൂട്ടത്തിൽ ഇവൾ ഉണ്ടായിരിക്കെ നിങ്ങൾ ആരെ തെരഞ്ഞെടുക്കും? തിരിച്ചും ചോദ്യമുണ്ട് കേട്ടോ. നിങ്ങൾ ആരെ തെരഞ്ഞെടുക്കും? ഉത്തരം എഴുത്തുകാരൻ പറയുന്നില്ല. നമ്മൾ ശാന്തായിട്ട് ആലോചിച്ച് നോക്കിയേ. പണ്ട് ഒരു വയല് നടക്കുക. വയല് നടക്കുന്ന സമയത്ത് 27-ാം രാവിലാണ് വയല്. 27-ാം രാവിലെ വയല് കഴിഞ്ഞ് അഹമ്മദക്കയും മറിയാത്താത്തയും പാടെ ഇവിടെ നിന്ന് തിരിച്ചു പോരുന്ന വഴിക്ക്, അന്ന് രാത്രി പാതിരാവിന്റെ വയലുകളാണല്ലോ, പാതി വഴിയിൽ വെച്ച് മറിയാത്താനോട് അഹമ്മദക്ക പറഞ്ഞു, മറിയാ, ഉസ്താദ് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും ഞാൻ കൈ ഉയർത്തി ആമീൻ പറഞ്ഞിട്ടുണ്ട്. 2 സംഗതികൾക്ക് മാത്രം ഞാൻ ആമീൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ ഉയർത്തിയ കൈ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെന്ന്. എന്താ മനുഷ്യ അത്? എന്താ നിങ്ങൾ ആമീൻ പറയാത്ത ഗൗരവത്തില് അഹമ്മദ് ഖാനോട് ചോദിച്ചപ്പോ അഹമ്മദ് ഖാൻ പറഞ്ഞു, ഇവിടുത്തെ ഇണകളോടൊന്നിച്ച് അല്ലാഹുവേ നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങളെ ഒരുമിച്ച് തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോ മറിയാ, ഇങ്ങനെ ഉയർത്തിയ കയ്യ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് എനിക്ക് അവിടെ ഇണാന്നുണ്ടെങ്കിൽ എനിക്ക് പരലോകം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇവിടെ തന്നെ കൂടിക്കോളാം എന്ന് മറിയാത്തവനോട് അഹമ്മദ് പറഞ്ഞൊരു കഥ ഉണ്ട്. ഉണ്ടായില്ലെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ജീവിതം ജീവിച്ച് തീർക്കലാണോ അതോ സന്തോഷത്തോടു കൂടിയുള്ള അനുഭവങ്ങളാണോ? ഞാന് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള സത്യത്തിൽ നമ്മുടെ മുന്നിൽ ഒരു ശൂന്യത ഉണ്ട്. കാരണം ഇതൊരു വലിയൊരു സംഗതിയാണ്. നമ്മള് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചെറിയതല്ല. നമുക്ക് തുടങ്ങേണ്ടത് എന്നറിയോ? ഞാൻ സൂചനകൾ തന്നു പോകാം. ഒരു കുടുംബം രൂപപ്പെടുന്നത് അത് അതിന്റെ വിവാഹങ്ങളിലൂടെയാണ്. കുടുംബമില്ലാതെ സമാധാനമില്ലല്ലോ. ആദം അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിച്ചു. ആ ആദം അലൈഹിസ്സലാമക്ക് കുറച്ചു കഴിഞ്ഞപ്പോ ആ ശൂന്യത ബോധ്യപ്പെടുമ്പോഴാണ് ഇണയെ അല്ലാഹു സൃഷ്ടിച്ചു കൊടുക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ ഒറ്റയ്ക്കല്ലല്ലോ അവര് വന്നത്. വരുന്നത് ആരുടെ കൂടെയാണ്? ഇണയുടെ കൂടെയാണ്. പക്ഷേ അവിടെ തന്നെ നമുക്കൊരു ജീവിത യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകളെ നമ്മുടെ ജീവിതവുമായി നിങ്ങൾ ചേർത്ത് വെച്ചാൽ മതി. ശരിക്ക് ആദം അലൈഹിസ്സലാം ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിലാണ് ഇവരെ സ്വർഗത്തുനിന്ന് പുറത്താക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും വന്നുപോയ ഒരു തെറ്റിന്റെ പേരിൽ വലം നജിദ് ലഹു അസ്മ, ആദം അലൈഹിസ്സലാമയാണ് ആ പഴം തിന്നുന്നത്, ആദമാണ് തെറ്റ് ചെയ്തത്, ഇതെല്ലാം പക്കയാണ്. പക്ഷേ ആദം അലൈഹിസ്സലാമയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്ക് പോലും ഹവ്വാ ബീവിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടേ ഇല്ല. നിങ്ങൾ അന്ന് പഴം തിന്നതുകൊണ്ടാണ് നമുക്ക് സ്വർഗം കൂടി പോയത്, എന്ത് മനുഷ്യനങ്ങള് എന്ന് പറയുന്നൊരു വാക്ക് എവിടെയും ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല. ഇത് എന്തിനാ പറഞ്ഞറിയോ? ഒന്നുകൂടി ജീവിതത്തിലേക്ക് ചേർക്കാനാ. പ്രിയപ്പെട്ടവരെ, വിവാഹം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്കിടെ സെലക്ഷനാണ് വിവാഹം എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന വാക്കുകൾ ആധുനിക തലമുറ നമ്മുടെ മക്കൾ കൂടി ചേർത്ത് വായിക്കുക. വിവാഹമാണ് നമ്മുടെ അഡ്രസ്. വിവാഹം നമ്മുടെ അഡ്രസ്സാണ്. നമ്മൾ ലോകത്ത് ആരൊക്കെ എവിടെയൊക്കെ ഉയർന്നെത്തി എന്ന് വെക്കുക, വിവാഹമില്ലെങ്കിൽ ഒരു അഡ്രസ് ഇല്ല. പ്രിയപ്പെട്ട മക്കള്, ഇന്ന് വിവാഹം വേണ്ടെന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട്.
എന്തിന് ജീവിതം എന്ന് ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന മക്കളുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഒരു കാലം വരാനുണ്ട് ഇപ്പോഴത്തെ ചോരത്തുടിപ്പ് ഇതൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. അതൊക്കെ അനുഭവിച്ചുകൊണ്ട് വരുന്നവരാണ് നമ്മൾ. ഒരു തലമുറ കഴിഞ്ഞ് അതിങ്ങനെ കടന്നു വരുമ്പോൾ അതെല്ലാം നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ അഡ്രസ് ആണത്. അതുകൊണ്ട് തന്നെ ഈ സെലക്ഷൻ മനോഹരമാവണം. വിവാഹം എന്ന ഈ സെലക്ഷൻ മനോഹരമാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് വിവാഹം കഴിഞ്ഞ് നമുക്കുണ്ടാകുന്ന മക്കളെ സെലക്ട് ചെയ്യാൻ ഇന്ന രൂപത്തിലാവണം നമുക്ക് കഴിയില്ലല്ലോ. നമുക്ക് നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയും സെലക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആകെ ലോകത്ത് ഏക സെലക്ഷന് അവസരമുള്ളൂ, അത് നമ്മുടെ ഇണയെ തെരഞ്ഞെടുക്കാനാണ്. ആ ഇണയെ തെരഞ്ഞെടുക്കുന്ന സെലക്ഷൻ അതിസുന്ദരമാവണം, സെലക്ഷൻ ശരിയാവണം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നാലാൽ ഒരു സംഗതിക്ക് വേണ്ടി 4 സംസ്കാരങ്ങൾ ലോകത്തുണ്ട്. 4 എണ്ണത്തിന് വേണ്ടി വിവാഹം കഴിക്കാറുണ്ട്. ലിജമാലിഹ വലിദീനിഹ വലിഹസ്ബിഹ വലിമാലിഹ എന്ന് പറയുന്നുണ്ടല്ലോ. ഒന്ന് അവരുടെ സൗന്ദര്യത്തിന്, ഒന്ന് അവരുടെ സംസ്കാരത്തിന്, ഒന്ന് അവരുടെ അറിവിന് വിദ്യാഭ്യാസത്തിന്, ഒന്ന് അവരുടെ സമ്പത്ത് നോക്കിയിട്ട്. അപ്പൊ തറവാട് നോക്കി, സമ്പത്ത് നോക്കി, അവരുടെ സൗന്ദര്യം നോക്കി, അവരുടെ മറ്റുള്ള ഭൗതിക മികവുകൾ നോക്കി ഒക്കെ ചെയ്യുന്നുണ്ട്. ഫൾഫർ ബിദാത്തി ദീൻ തരിബത്തി യദാക്. ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. മഹാനായ ജമാലുദ്ദീൻ ഉറൂബി റഹിമഹുല്ലയുടെ അടുക്കൽ ഒരു കൂട്ടം പെൺകുട്ടികൾ വന്നു. ഒരു കൂട്ടം പെൺകുട്ടികൾ വന്നിട്ട് ചോദിച്ചു, അവർ വിദ്യാസമ്പന്നകളാണ്, സുന്ദരികളായ പെൺകുട്ടികളാണ്, സമ്പന്നകളാണ്, എല്ലാം ആണ്. ഇവിടെ ചോദിച്ചു, പണ്ഡിതരെ ഞങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഇവർ പറഞ്ഞു, മക്കളെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഞാൻ 0 മാർക്ക് തരുന്നു, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഞാൻ 0 മാർക്ക് തരുന്നു, നിങ്ങളുടെ തറവാടിന് ഞാൻ 0 മാർക്ക് തരുന്നു, നിങ്ങൾ അത്യാവശ്യമൊക്കെ സമ്പത്തുള്ളവരാണല്ലോ, 0 മാർക്ക്. 4 എണ്ണായി. 4 0 ആയപ്പോ ഈ മക്കൾ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ച്, നിങ്ങൾ എന്താ ഞങ്ങളെ കളിയാക്കാണോ? അദ്ദേഹം എടുത്ത് പറഞ്ഞെന്തറിയാം, നിങ്ങളുടെ സ്വഭാവ വിശുദ്ധിക്ക്, നിങ്ങളുടെ ധാർമ്മിക സംസ്കാരത്തിന്, ആ ബോധ്യത്തിന് ഞാൻ 1 മാർക്ക് ഞാൻ നിങ്ങൾക്ക് തരും, 1 മാർക്ക്. പക്ഷെ ആ 1 മാർക്ക് ഈ 4 എണ്ണവും സീറോകളാണെങ്കിൽ, നിങ്ങൾക്ക് സ്വഭാവ മഹിമകളും സംസ്കാരങ്ങളും ധാർമ്മിക ബോധ്യവും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 1 മാർക്ക് തരും. ആ 1 മാർക്ക് ഈ 4 പൂജ്യങ്ങളുടെ ഇപ്പുറത്താണ് ഇടുക. ഇപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രയാണ്? 10,000 ഇല്ല, സ്വഭാവ സംസ്കാരങ്ങളില്ലെങ്കിൽ, ധാർമ്മിക ബോധ്യങ്ങളില്ലെങ്കിൽ, നിങ്ങളുടെ നിങ്ങളുടെ വിദ്യാഭ്യാസ സമ്പന്നതയും നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ കുൽമഹിമകളും നിങ്ങളുടെ സമ്പത്തും ബിഗ് സീറോകളാണ്. ആ ബിഗ് സീറോ ആണ് ഇന്ന് നമുക്ക് തെരുവോരങ്ങളിൽ കാണുന്നത് എന്ന് നമുക്ക് തിരിച്ചു വായിക്കാൻ കഴിയണം. നമുക്ക് തിരിച്ചു നടക്കണം നമ്മുടെ കുടുംബങ്ങളിലേക്ക്. ഇന്ന് കുടുംബങ്ങളിലേക്ക് തിരിച്ചു നടത്താനാണ് ലോകരാഷ്ട്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ ഈശ്വരനില്ല, ദൈവമില്ല എന്ന് പ്രഖ്യാപിച്ച പല രാജ്യങ്ങളുടെയും നേതൃത്വം ഇന്ന് യുവാക്കളോടും യുവതികളോടും, നിങ്ങൾ കുടുംബത്തിലേക്ക് മടങ്ങൂ, നിങ്ങൾ മക്കളെ യുവതികളോട് പറഞ്ഞ് നിങ്ങൾ പ്രസവിക്കൂ, നിങ്ങൾക്ക് ലക്ഷങ്ങൾ നൽകാമെന്ന് പാരിതോഷികം പ്രഖ്യാപിക്കുന്ന ഭരണകൂടങ്ങളെ ഇന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ട് നിക്കാഹ്, സിവാജ്, ദാമ്പത്യം, വിവാഹം, ഇതിന്റെ ഒരു അർത്ഥം ശരിക്കും മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കിയാൽ അഗാധമായ മനുഷ്യന്റെ ആത്മലയനം ആ വാക്കുകളിൽ കാണാം. വിവാഹത്തിന് അർത്ഥം പറഞ്ഞത് അത് നമുക്ക് മനസ്സിലായോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഈ ഉസ്താദ് നിക്കാഹ് ചൊല്ലി തരുമ്പോ ആണുങ്ങളോട് പറയും, അൻകഹതുക വസവ്വജ്തുക. പ്രിയരെ, ഈ വാക്ക് ഈ ഡിക്ഷണറികളിൽ എത്ര പരിശോധിച്ചാലും അതിന്റെ ആശയം തീരൂല. നിക്കാഹ് തനാക്കഹത്തിൽ അസ്ജാർ നക്കഹൽ മത്തറു അല്ലറും. എന്താ അറിയോ? വെള്ളം, മഴ പെയ്യ, എന്നിട്ട് മണ്ണ് അത് കുടിക്കുക, ആ മണ്ണും വെള്ളവും ചേർന്ന് പുതിയൊരു മിശ്രിതമാവുക, അതിനാണ് നിക്കാഹ് എന്ന് പറയുക. സിവാജ് എന്ന് പറഞ്ഞാൽ ഒക്കെ അത് അർത്ഥം. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഈ അർത്ഥം നമ്മൾക്ക് സമ്പൂർണമായി ബോധ്യപ്പെടണം. ബോധ്യപ്പെടുന്ന എന്താ അറിയോ? അപ്പൊ നമുക്ക് കുടുംബമില്ലെങ്കിൽ, ഇണകളില്ലെങ്കിൽ ജീവിതത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ഉത്സവപ്പറമ്പ് പോണെന്നല്ല ഞാൻ പറഞ്ഞത്, ഓർക്കാനാ. ഒരു ഉത്സവപ്പറമ്പില് എല്ലാരും ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്ന് ഒന്നിച്ചു നടക്കാണ്.
നമ്മൾ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് പറയുന്നു, ആ ജീവിതത്തിന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ കിട്ടിയ നമ്മുടെ ഒരുപാട് ബന്ധങ്ങൾ, ഞാൻ വാപ്പയായത്, ഞാൻ കല്യാണം കൊണ്ടാ, ഞാൻ മരുമകനായത്, ഞാൻ അളിയനായത്, പിന്നെ അങ്ങനെ എന്തെല്ലാം എന്റെ ജീവിതത്തിലേക്ക് ചേർത്തി വെക്കാൻ കഴിയുന്ന എന്തെല്ലാം ബന്ധങ്ങൾ എനിക്കുണ്ടോ, ആ രക്തബന്ധങ്ങളെ മുഴുവനും കിട്ടിയത് വിവാഹത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സുപ്രധാനമായ താരശോഭയുള്ള ഒരു ഉന്നത വ്യക്തിയോട് ചോദിച്ച് ഭാര്യയെ കുറിച്ച് എന്താ അഭിപ്രായം, ഏറ്റവും വൈറലായ വാക്കതാണ്. അദ്ദേഹം ഇങ്ങനെ നിന്ന് പറയുന്നുണ്ട്, എന്താ, ഒരു വാക്ക് കൊണ്ട് ഇവൾ എന്റെ ഭാര്യയാണ്, മറുവാക്ക് ഞാൻ പറയാ ഭാര്യ അല്ല എന്ന് പറഞ്ഞാൽ അതല്ലാനോ, പക്ഷേ ആ ഏത് സമയത്തും വേർപെടുത്താൻ കഴിയുന്ന ഒരു ബന്ധത്തിലൂടെയാണ് ഒരു കാലത്തും വേർപെടുത്താൻ കഴിയാത്ത അതിസുന്ദരമായ ബന്ധങ്ങളെ, രക്തബന്ധങ്ങളെ എനിക്ക് തന്നത് എന്നാണ്. ആ ബന്ധങ്ങളെയാണ് കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും ബാധ്യതയുള്ളത് എന്ന് പ്രിയരെ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയെന്ന് ചോദിച്ചാല് മര്യാദക്ക് പെരുമാറണം, ഇത്രേ വേണ്ടുള്ളൂ. അതാണായാലും പെണ്ണായാലും. മഹാനായ ഇമാം സുദ്ദി റഹിമഹുള്ളയോട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ വിവാഹിതനായി. അന്ന് അദ്ദേഹത്തോട് കുറെ ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ മോന് നിങ്ങൾ എന്ത് നസീഹത്താണ് ഇന്ന് കല്യാണം കഴിഞ്ഞ ദിവസം കൊടുത്തു എന്ന് ചോദിച്ചു. അപ്പൊ ആ വാപ്പ പറയണ, ഇമാം സുദ്ദി റഹിമഹുള്ള പറയണത്, ആ വാക്കെന്താ അറിയാം, മോനെ, നിന്റെ ഇണയായി ഈ വീട്ടിലേക്ക് കയറി വന്ന ഈ കുഞ്ഞുമോള്, അവളുടെ വാപ്പയെ, അവളുടെ ഉമ്മയെ, അവളുടെ കൂടപ്പറപ്പുകളെ, രക്തബന്ധങ്ങളെ എല്ലാം ഒഴിവാക്കിയാണ് ഈ വീട്ടിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് അവൾക്ക് വാപ്പയാവേണ്ടിടത്ത് നീ വാപ്പയാവണം, ഉമ്മയാവേണ്ടിടത്ത് ഉമ്മയാകണം, അതുപോലെ തന്നെ രക്തബന്ധങ്ങളാകേണ്ടിടത്താവണം. ഏറ്റവും പ്രധാനം, ആ ബന്ധം ആവശ്യപ്പെടുന്ന എന്തെല്ലാം മൂല്യങ്ങളുണ്ടോ അത് അവൾക്ക് മാത്രം നൽകണം, നിനക്ക് വിജയിക്കാൻ കഴിയും. ഇതാണ് അതിന്റെ അർത്ഥം. ചെറുക്കൊന്ന് വായിച്ചു നോക്കിയേ. ഉപ്പാനെ ഉമ്മനെ എല്ലാരെയും ഒഴിവാക്കി നമുക്ക് വേണ്ടി മാത്രം വന്നതല്ലേ. ആ ബന്ധത്തെ ഏറ്റവും കൂടുതൽ മാന്യത കൊടുത്ത് എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു എന്നതാണ്. മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, പല വാപ്പാരും പെൺകുട്ടികളെ ഏൽപ്പിച്ച് തരുന്ന സന്ദർഭത്തിൽ അവരുടെ കണ്ണിൽ വെള്ളം നിറയുന്നത് ഈ ഉള്ളവൻ കണ്ടിട്ടുണ്ട്. ഞാനും 2 മക്കളെ കെട്ടിച്ചു കൊടുത്ത ഒരാളാണ്. എത്രയോ നിക്കാഹുകൾ നടത്തി കൊടുത്തിട്ടുണ്ട്. ആ നിക്കാഹുകളൊക്കെ നടത്തി കൊടുക്കുമ്പോൾ പല വാപ്പാരുടെയും കണ്ണ് നിറയുന്നത് കണ്ടിട്ടുണ്ട്. വാപ്പയായ എന്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. കാരണം അറിയാം, ഒരു ഉപ്പക്ക് ആണിനെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളോട് അങ്ങേ അറ്റത്ത് ഒരു ആത്മബന്ധം ഉണ്ടാവും, മക്കളുമായിട്ടുള്ള ബന്ധം ഉണ്ടാവും. ആ ബന്ധത്തിന്റെ പേരിൽ ഒരു കാഴ്ചപ്പുറത്ത് മറ്റൊരാളെ ഏൽപ്പിച്ചു തരുന്നത്, എന്റെ മോളെ ഞാൻ നോക്കിയതിനേക്കാളും സംരക്ഷിച്ചതിനേക്കാളും സ്നേഹം കൊടുത്തുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി കയ്യിൽ ഏൽപ്പിച്ച് അള്ളാഹുവിന്റെയും റസൂലിന്റെയും നാമം ഉച്ചരിച്ച് സ്വീകരിച്ചു കൊണ്ടുവന്ന് അവളുടെ കണ്ണ് നിറയാൻ ഇടയാക്കുന്ന സാഹചര്യം വന്നാൽ നമ്മൾ ആരുടെ മോനായിട്ടെന്താ, നമ്മൾ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാ, യാതൊരു കാര്യമില്ല. അത് ആ തിരിച്ചറിവ് വാപ്പയുടെ ഉമ്മയുടെ നെഞ്ചിന്റെ ചൂടിലെ, അല്ലെ, നെഞ്ചിനകത്തെ ചൂടിനെ നമ്മൾ പേടിക്കണമെന്ന് മാത്രമാണ് ഞാൻ ആ വാക്ക് പറയുന്നത്. അതുകൊണ്ട് പെരുമാറ്റം അങ്ങേ അറ്റത്തെ മികവുള്ളതാക്കണം. രണ്ടുപേരും ഈ രംഗത്ത് വിജയിക്കണം. ഇനി നമ്മുടെ പെൺകുട്ടികളുടെ ഒക്കെ അവസ്ഥ തരുമോ, വലിയ വലിയ ക്വാളിഫിക്കേഷൻ ആണിനും പെണ്ണിനും, എത്ര വലിയ സർട്ടിഫിക്കറ്റുകൾ എന്നൊക്കെ വെച്ചാൽ ഭയങ്കരാണ്. പക്ഷെ സത്യം പറയാ, അതിനനുസരിച്ചിട്ട് പെരുമാറാൻ ആണിനും അറിയുന്നില്ല, പെണ്ണിനും അറിയുന്നില്ല. അതുകൊണ്ട് അതാണ് ജീവിത പരാജയത്തിന്റെ തുടക്കം. ഇപ്പൊ നടക്കുന്ന ഓരോ സംഭവങ്ങളും സമയത്തിനനുസരിച്ച് ഇൻഷാ അല്ലാ ഇപ്പം കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം കൂടി മഗ്‌രിബ് കഴിഞ്ഞിട്ട് നമുക്ക് കൂടാം. കുറേ കാര്യങ്ങൾ നമ്മൾ ആയിക്കണം. ഇപ്പൊ പ്രസന്റില് ഓരോ കുടുംബങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ നമ്മൾ അറിയാതെ പോയാൽ ഈ സംവിധാനം തന്നെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് എന്തറിയാമോ,
നന്നായി അറിയണം, സിനിമയല്ല ജീവിതം. സിനിമയിൽ ആ താരശോഭയോടുകൂടി നിൽക്കുന്ന എത്ര ആളുകൾക്ക് ജീവിതമുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയ കുടുംബജീവിതം എത്ര പേരുണ്ട്, എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്തു പോയത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പഠിക്കണ്ടേ? അവിടെ കാണുന്നതല്ല ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പണി എന്തറിയോ? 100% നമ്മൾ ഉൾക്കൊള്ളണം. കുടുംബ ജീവിതം വിജയിക്കണോ, സമ്പൂർണമായി ഉൾക്കൊള്ളണം. അഡ്ജസ്റ്റ്മെന്റ് അല്ല, അഡ്ജസ്റ്റ്മെന്റുകളല്ല, മറിച്ച് എന്ത് വേണമെന്നറിയോ? അണ്ടർസ്റ്റാൻഡിങ് വേണം, അറിയുക. ഇന്ന് നമ്മളൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ്. അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ഞാൻ ആരാണ് എന്ന് എന്റെ പെണ്ണറിയണം, എന്റെ പെണ്ണ് ആരെന്ന് ഞാനും അറിയണം. അതിനാണ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ 7 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇവരെ ആരും പരിഗണിക്കുകയണ്ട, അവരവരുടെ ലോകത്തൂടെ അങ്ങനെ ഭംഗിയായി ജീവിക്കട്ടെ, എന്നിട്ട് പരസ്പരം അറിയട്ടെ എന്നാണ്. അറിഞ്ഞാൽ എന്ത് കൂടും? അറിഞ്ഞാൽ സ്നേഹം കൂടും. അറിഞ്ഞാൽ സ്നേഹം കൂടും. അറിഞ്ഞില്ലെങ്കിൽ അഭിനയമാണ് കൂടുക. വാക്കുകളെ നിങ്ങൾ ചേർത്ത് വെച്ച് ആലോചിക്കുക. അറിയുന്തോറും സ്നേഹം ഉണ്ടാവും. അറിയാതെ ഇരിക്കുമ്പോ അഭിനയങ്ങളാണ് വരിക. ഇന്ന് എന്റെ ഇണയെ എനിക്കറിയുമോ? നമ്മൾ നന്നായി അറിയണം, അറിയാൻ നന്നായി ശ്രമിക്കണം. അതിനാണ് പുഞ്ചിരികൾ വരണം. ഇപ്പോ പുതിയ പഠനങ്ങളിൽ പറയുന്നത് അറിയാമോ? സൈലന്റ് ഡിവോഴ്സുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പ്രത്യക്ഷത്തിലുള്ള ഡിവോഴ്സുകളല്ല ഇപ്പൊ ഉള്ളത്. കാരണം നിയമപരമായി വേർപിരിയലല്ല, മറിച്ച് ഒരേ വീട്ടിൽ ഒന്നിച്ചു താമസിക്കുന്നതോടൊപ്പം ഒരു റൂംമേറ്റ്സിനെ പോലെ ജീവിക്കുന്നു. പരസ്പരം മിണ്ടാട്ടമില്ല, സംസാരങ്ങളില്ല, ഇടപെടലുകളില്ല. ഒന്നിച്ചൊരു കട്ടിലിൽ കിടക്കുന്നു, രണ്ടുപേരും കിടന്നുറങ്ങുന്നു. പരസ്പരം അറിയാൻ ശ്രമിക്കാതെ അകന്നകന്നു പോകുന്ന ഏറ്റവും ദുരിതപൂർണമായ ജീവിതമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ദുരന്തതാണ്. ഞാനിത് വിശദീകരിക്കുന്നതിന് 8-10 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമുക്ക് വിശദീകരിക്കണമെങ്കിൽ തന്നെ മണിക്കൂറുകൾ വേണ്ടി വരും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാ. ആധുനിക കുടുംബ പ്രശ്നങ്ങൾ അവിടെയാണ് വർദ്ധിച്ചു വരുന്നത്. പരസ്പരം മിണ്ടാട്ടങ്ങളില്ല, പുഞ്ചിരികളില്ല, സംസാരങ്ങളില്ല, കളിതമാശകളില്ല. കളിതമാശകൾ മീൻസ് നമ്മൾ ബന്ധപ്പെട്ട് അടുത്ത് ജീവിക്കുമ്പോ നമുക്ക് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കാനുണ്ടാവും. ആ കളിയാക്കലും ആ ചിരിതമാശകളും ബന്ധത്തിന്റെ ആഴങ്ങളെയാണ് അറിയിക്കുക. ഇന്ന് അതെല്ലാം കുറഞ്ഞു വരിക. എന്നിട്ട് എന്താ പറയാ, പുറത്ത് ആളുകൾ കാണുമ്പോ നമ്മൾ ഭയങ്കര ചിരി തമാശ, ഒരു ഭയങ്കര ഉഷാറ് ജീവിതമാണ്, ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും മനസ്സിലാകണില്ല. പക്ഷേ രണ്ടും ഒന്ന് ടോക്കിയോക്കും ഒന്ന് ബീജിക്കും തിരിഞ്ഞിരിക്കണ ഒരവസ്ഥ. സ്നേഹം ഒഴുകണം, അത് വാക്കുകളിലൂടെ വരണം. അതുകൊണ്ടാണല്ലോ സാധാരണ പറയല്ലോ, മോനെ അവളുടെ മടിത്തട്ട് നീ കൊതിക്കണം, മോളെ അവന്റെ കൈത്താങ് നീയും ആഗ്രഹിക്കണം. എത്ര കണ്ടാലും പൂതിമാറാത്ത പുളകമായി തമ്മിൽ ചേരണം. കിനാവുകൾ പങ്കുവെക്കണം. സ്വകാര്യങ്ങളുടെ രഹസ്യങ്ങളുടെ മറകൾ നീങ്ങണം. അസാന്നിധ്യത്തിലും ആദരിക്കണം. എത്ര രസമാണ് ഈ ദാമ്പത്യം. നമ്മൾ പറയണതല്ലേ, സർവേശ്വരൻ അല്ലാഹു പറഞ്ഞത് അപ്പൊ ജീവിതത്തിന്റെ ആണിക്കൽ എന്ന് പറയുന്നത് ഏതാണ്? അത് മവദ്ദത്തും റഹ്മത്തുമാണ്. ഈ മവദ്ദത്തും റഹ്മത്തും വർദ്ധിച്ചു വർദ്ധിച്ചു വരണം. അതിനാണ് തമാശ പറയണമെന്നും നന്നായി ഇടപെടണമെന്നും ചിരിക്കണമെന്ന് വരെ പറഞ്ഞത്. ചിരി ഭയങ്കര ഒരു സംഗതിയല്ലേ. ഇപ്പൊ ചിരി തെറാപ്പിയുടെ കാലത്താണുള്ളത്. വെറുതെ ചെന്നിട്ട് നിങ്ങൾ പൈസ കൊടുത്തിട്ട് ഈ തെറാപ്പി നടത്തുന്ന സ്ഥലത്ത് പോയി ഒക്കെ വെറുതെ അങ്ങനെ ഇരുന്ന് ചിരിക്കുക. നമുക്ക് തോന്നുന്നു ഇയാൾക്ക് പിരാന്താണോ എന്ന് തോന്നുന്നു. വേറെ അങ്ങനെ ഇതൊരു ആരോഗ്യത്തിന് വേണ്ടതാ. പൈസ ഒന്നും കൊടുക്കേണ്ട. ഉള്ള ആൾക്കാരോട് നന്നായി പുഞ്ചിരിച്ച് ഒന്ന് ടച്ചിങ്, ഒന്ന് കൈ കൊടുത്താൽ തന്നെ അവിടെ എന്തെല്ലാം വേദനകളുണ്ടോ ആ വേദനകളെല്ലാം ഉരുകി ഒലിച്ചു പോകും. അതിന്റെ ആത്മബന്ധത്തിന്റെ പേരാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. അത് അനുഭവിക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ, അതൊരു വല്ലാത്ത രസം. അതാണ് അതിനാ നിങ്ങളെ അല്ല എന്ത് പറഞ്ഞറിയോ? നിങ്ങളെ വസ്ത്രങ്ങളോട് ഉപമിച്ചു എന്ന് പറഞ്ഞത്. ഞാൻ ഇനി ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പ്രിയരെ, നിങ്ങൾ ആ ഭാഗം ഒന്ന് നന്നായി ശ്രദ്ധിച്ച് വായിച്ചൊന്ന് മനസ്സിലാക്കണം. നമുക്കൊരു നാവും 2 ചുണ്ടും പിന്നെ 2 ചെവിയൊക്കെ തന്നല്ലോ. എന്തിനാണ് ചെവി 2 വായ ഒന്നുമല്ലോ. നമുക്ക് ഒരു ദിവസം ഒരാണിന് 3000 വാക്ക് പറയാൻ കഴിയും, ഒരു പെണ്ണിന് 9000 വാക്ക് പറയാൻ കഴിയുന്ന
നമുക്ക് ഒരു മിനിറ്റില് 90 വാക്ക് പറയാൻ കഴിയും, 120 വാക്ക് കേൾക്കാൻ കഴിയും. എന്തിനാ? പടച്ചുണ്ടാക്കിയ സംവിധാനമല്ലത്. എന്താ വെച്ചാൽ കുറേ പറയാനുണ്ടാവും. ആണ് അധികം പറയില്ല. ചിലതുണ്ടാവും ട്ടോ. ചിലത് രണ്ടും ഒരേപോലുള്ള 2 സാധനങ്ങൾ ഉണ്ടാവൂല. അത് നിങ്ങൾ ശരിക്കും പഠിക്കണം. ആണ് ചിലപ്പോ ഒരു മയക്കുപിടി കൊണ്ട മാതിരിയുള്ള ഒരു സാധനാന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ ഇരട്ടി ഡോസിലാണ് അപ്പുറത്ത് അള്ളാഹ് കൊടുക്കുക. അത് അപ്പുറത്ത് ഉറക്കം തൂങ്ങിയ പോലെയാണെങ്കിൽ അതിനെ മേക്കപ്പ് ചെയ്യാൻ ഇപ്പുറത്ത് കൊടുക്കും. രണ്ടും ഒരേപോലുള്ള സാധനം ഉണ്ടാവൂല. കാരണം അത് വന്നാൽ പിന്നെ രണ്ടും പാടെ കൂടിയാ പിന്നെ അവിടെ ഭൂകമ്പം ഉണ്ടാകാം അല്ലെ? ആ ഭൂകമ്പം ഉണ്ടാകാതിരിക്കാനാണ് അന്ന് അതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യേണ്ട ആളുകളെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരുള്ളൂ. ആ കിട്ടുന്നതിന്റെ മൂല്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് നമ്മൾക്ക് നന്നായി സംസാരിക്കാൻ കഴിയുക, കുറെ കേട്ട് കൊടുക്കാൻ കഴിയുക, കുറെ കേൾക്കുക, കുറെ പറയാനുണ്ടാവും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ സൂചന തരാം. ഒരാണ് അവന്റെ സങ്കടങ്ങൾ എന്ന് പറയുന്നത്, അവന്റെ വേദനകൾ എന്ന് പറയുന്നത് അവനുമായി ബന്ധപ്പെട്ടതാണ്. അവന്റെ വേദന സത്യത്തിൽ എന്താ പറയുക, വേറെ ആൾക്കാരതായിരിക്കും. അതുകൊണ്ടാണ് ആണിന്റെ സൗഹൃദം അത് അത് സങ്കടങ്ങൾ മറക്കാനാണ്. ഒരു പെണ്ണിന്റെ സൗഹൃദം എന്ന് പറയുന്നത് സങ്കടങ്ങൾ പങ്കുവെക്കാനാണ്. നേരാവ് പഠിക്കണം. പെണ്ണിന്റെ സൗഹൃദം വേദനകൾ പങ്കുവെക്കാനും, ആണിന് സൗഹൃദം അവന്റെ വേദന മറക്കാനുമാണ്. നമ്മള് ഭയങ്കര സങ്കടപ്പെട്ടു വന്നാൽ ടീമിലെത്തിയിട്ടുണ്ടെങ്കിൽ സങ്കടം പറയില്ല. നമ്മുടെ സങ്കടം മറക്കാനാണ് ഈ സൗഹൃദത്തിലേക്ക് വന്നത്. ഒരു പെണ്ണെന്ന് പറയുന്നത് അങ്ങനെയല്ല. അവളുടെ സങ്കടം പറഞ്ഞാലാണ് തീരുക. ആ പറയാൻ ഇവിടെ എന്ത് വേണമെന്നറിയോ? കുറെ കേൾക്കാൻ, ഇരുന്ന് കൊടുക്കാൻ ശ്രമിച്ചാൽ മതി. അങ്ങനെ കേട്ടു കൊടുക്കാം. നീ പോയ അവിടെ നിന്ന് പറഞ്ഞാൽ നമ്മളല്ലാതെ വേറെ ഒരാൾ കേൾക്കാനല്ലോ. അയലോക്കത്തെ കുഞ്ഞാക്ക് അത് കേൾക്കാൻ തുടങ്ങിയതായിരിക്കും ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാകുക. അത് ഇവിടെ തീർത്തില്ല, ഇവിടെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പറയാനുള്ള ടെൻഡൻസി കൂടും. അത് കൊടുക്കല്ലല്ലോ. അതിനാണ് അത് കേൾക്കാനുള്ള ഒരു അവസരം നന്നായിരുന്നു കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 53 വയസ്സ് കഴിഞ്ഞല്ലേ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. അതിന് ശേഷം അവർ 2 പ്രാവശ്യം ഓടിയില്ലേ? എന്തിനാണ് അങ്ങനെ ഒരു ചരിത്രങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ. അവിടുത്തെ ആ മാറിടത്തില് കിടന്നുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നത്. ചരിത്രങ്ങൾ ഓരോന്നോരോന്ന് ഇങ്ങനെ വായിച്ചു നോക്കിയേ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലിനെ സ്വീകരിച്ച ഓരോ സ്വീകരണ രീതികളും എത്ര മനോഹരമാണ്. ഇന്നത്തെ കേരള സർക്കാരിന്റെ റിട്ടയർമെന്റ് പ്രായം എത്തി നിൽക്കുന്ന ഘട്ടത്തിലല്ലേ ഹിറാമല, എത്ര ആ മല പോയി കയറിയ ആളുകൾക്കറിയാം. ആ ചെങ്കുത്തായ മല 2 പ്രാവശ്യം നമ്മുടെ ഉമ്മ കയറിയില്ലേ? ഹബീബായ റസൂലിന് ഭക്ഷണം എത്തിച്ചു കൊടുത്തില്ലേ? സമ്മിലൂനി ഖദീജ, പുതപ്പിട്ട് മൂട് ഖദീജ. ആ പാട്ട് വൈറലായതാ. ആ കാരണവരിരുന്ന് ഇങ്ങനെ പാടുന്നതുണ്ടല്ലോ. ഇത്ര മനോഹരമാണത്. ആ പാട്ടിന് അത്ര സൗന്ദര്യം വന്നത്, അതിനേക്കാൾ മികവാർന്ന ഒരു ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചില്ലേ? ഖദീജ ബീബി റളിയല്ലാഹു അൻഹ മരിച്ചു തന്നെ ഈ ലോകത്തുനിന്ന് വേറുവിട്ട് പോയപ്പോ, വഫാത്തായതിനു ശേഷം റസൂലുള്ള കല്യാണം കഴിക്കാതിരുന്നപ്പോ പറഞ്ഞല്ലോ, നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ സമയത്ത് എന്റെ ഖദീജയുടെ സ്ഥാനത്ത് എനിക്കിനി വേറെ ഒരാളെ സങ്കല്പിക്കാനോ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ബാക്കി കാര്യങ്ങൾ നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒരു സൂചന മാത്രം പറഞ്ഞു തന്നിട്ട് ഞാൻ നിർത്താം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ഭാഷയിൽ സ്നേഹിക്കുക എന്ന ഒരൊറ്റ വാക്കേ ഉള്ളൂ. സ്നേഹിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടൊരു പദമില്ല. സ്നേഹം കൊടുത്താൽ അത് നിർബന്ധമായും തിരിച്ചു കിട്ടുന്ന ഒരു സാധനം ഈ ലോകത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്നേഹം മാത്രമാണ്. സ്നേഹം ആവോളം കൊടുക്കുക. പണ്ട് എന്റെ നാട്ടിലൊരു സംഭവം ഉണ്ടായി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഥയിൽ കൂടെ. രാത്രി വൈകുന്നേരം മഗ്‌രിബിന്റെ സമയമായപ്പോ താത്ത തെറ്റി കുഞ്ഞാക്കാനോട്, ഞാൻ എന്റെ വീട്ടിക്ക് പോവുകയാണെന്ന് പറഞ്ഞു ടോർച്ച് ഇങ്ങനെ തിരിക്കാണ്, പൊയ്ക്കോന്ന് പറഞ്ഞു. താത്ത പോവുകയാണ്. പോണ സമയത്ത് കുറച്ചും കൂടി അങ്ങോട്ട് ദൂരത്തേക്ക് എത്തിയിട്ട് കുട്ടികളെ വിളിച്ചു പറഞ്ഞു, ഉമ്മ പോകുക കേട്ടോ എന്ന് പറഞ്ഞു. ഇയാൾ ഒന്നും പോലും, ഇയാൾ കോലായിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്, സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്, അങ്ങനെ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. എത്ര വരെ പോകുള്ളൂ എന്ന് അറിയാം.
അങ്ങനെ പോയി കുറച്ച് പാതി വഴി എത്തി. അന്ന് നടക്കലാണല്ലോ. നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിട്ട് മുറ്റത്ത് നിന്നിട്ട് പറഞ്ഞു, മക്കളെ ഉപ്പാക്ക് കോഴിമുടുക പൊരിച്ചു കൊടുത്തുക്കണോന്ന് ചോദിച്ചു. ഇല്ലെങ്കില് നമ്മുടെ പഴയ മഞ്ച എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു സാധനമുണ്ട്, ഈ മരത്തിന്റെ ഒരു പെട്ടി. ആ പെട്ടിന്റെ അടിയിൽ പണ്ട് വീണാൽ ഉടഞ്ഞു പോകുന്ന ഒരു പാത്രങ്ങളുണ്ട്. അന്നത്തെ അതിലാണ് കറിയൊക്കെ വിളമ്പുക. അതിന് ഞങ്ങൾ പറയാം പിന്നെ പൊട്ടണ പിഞ്ഞാണെന്നാ. ആ പാത്രത്തില് നമ്മുടെ വലിയ മേശയില് അതിന്റെ അടിയില് ആ കുണ്ടം പിഞ്ഞാണത്തില് 2-3 കോഴിമുടുകുണ്ട്. ഇപ്പാക്ക് പൊരിച്ചു കൊടുക്കണം, ഉമ്മ പോകുകയാണെന്ന് പറഞ്ഞു. ഇപ്പോ മൂപ്പർ കോലായിരുന്നു പറഞ്ഞു, ഖദീജ ഇങ്ങോട്ട് കേറ്, എന്റെ കൽബിലെ സ്നേഹം മഞ്ചന്റെ ഉള്ളില് കുണ്ടപ്പിഞ്ഞാണത്തിൽ എടുത്തു വെക്കണ്ടല്ല, അങ്ങോട്ട് പുറത്തേക്ക് എടുത്താൽ മതി, ഇങ്ങോട്ട് കേറിക്കോ എന്ന് പറഞ്ഞു. നമുക്കൊക്കെ സ്നേഹമുണ്ട്. പക്ഷെ എന്തറിയോ, നമ്മൾ അത് പ്രകടിപ്പിക്കുന്നിടത്ത് കുറവ് വന്നാൽ അപകടമാണ്. അതുകൊണ്ട് റഹ്മത്ത്, മവദ്ദത്ത്, സക്കീനത്ത്, ബർക്കത്ത്, ഖുർറത്ത് അയ്യുൻ, ഈ 5 വാക്യങ്ങള് മായാത്ത മഷി കൊണ്ട് എഴുതി വെക്കുക. റഹ്മത്ത്, മവദ്ദത്ത്, തിരിച്ചും പറയാം, മവദ്ദത്ത്, റഹ്മത്ത്, സക്കീനത്ത്. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. സക്കീനത്ത് ശാന്തി, ഇതിന്ന് കിട്ടുന്നതാണ് ബർക്കത്ത്, ഐശ്വര്യം. ഇത് 4ഉം കൂടിയാൽ ഉണ്ടാകുന്നതാണ് ഖുർറത്ത് അയുൻ, ആനന്ദം എന്ന് പറയുന്നത്. ഇത് അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമല്ല, നമ്മുടെ അധ്വാനത്തിലൂടെ മാത്രം കിട്ടേണ്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. നമ്മളൊക്കെ എന്തറിയോ, നമുക്കൊക്കെ വലിയൊരു വിചാരമുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റൂല. ആണുങ്ങൾ നമുക്കൊക്കെ വലിയൊരു ശബ്ദം അള്ളാഹു തന്നിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയോ സംഭവമാണ് എന്നുള്ളത് ഒരിക്കലും നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മളെ സഹിക്കാൻ, നമ്മളെ സഹായിക്കാൻ, നമ്മെ തുണക്കാൻ ഈ ലോകത്ത് 2 ആളുകൾക്ക് സാധിക്കുള്ളൂ. നമ്മുടെ ഉമ്മയാണ്, മറ്റൊന്ന് നമ്മുടെ ഇണയാണ്. ഇതല്ലാത്ത നമ്മുടെ മക്കൾക്ക് പോലും സമ്പൂർണമായി നമ്മളെ സഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് അവരെ നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോസ് വന്നാൽ സഹിക്കാൻ, നമ്മെ താങ്ങാൻ, നമുക്ക് താങ്ങായി നിൽക്കാൻ. നമ്മുടെ ഉമ്മാന്റെ പ്രായപ്പങ്ങൾ ആലോചിച്ച് നോക്കിയ, അവര് ഹയാത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ സ്വന്തം അനുസരിക്കാൻ കഴിയൂല. പിന്നുള്ളത് ആരാ? നമ്മുടെ കുടുംബമാണെങ്കിൽ അവരുടെ മനസ്സിൽ നമുക്ക് എത്രത്തോളം സ്ഥാനമുണ്ട് എന്ന് നമ്മൾ തിരിച്ചാലോചിക്കണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, കുടുംബം ഇന്നൊക്കെ ഈ മക്കൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴൊക്കെ തന്നെ വേറെ ഒരു വീടിനെ കുറിച്ചിട്ടൊക്കെ പലരും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടുള്ളൂ. സ്വന്തം ഉമ്മമാരെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന മരുമകളെ മരുമകളായി ഒരിക്കലും കാണരുത്. മകളായി കണ്ടാൽ ഒരു പ്രശ്നമില്ല. ഇത് വലിയ പ്രശ്നമാണ്. ഞങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ കാണണത് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയും. ഈ ആണുങ്ങൾ പാവങ്ങളാണ്. കാരണം എന്താ പറയുക, സാധുക്കളാണ്. നിങ്ങൾ ഈ പറയണമാതിരി ഒന്നല്ല, ഞാൻ അങ്ങനെ നിന്നിട്ട് പറയല്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഒരേ സമയം ഇമ്മാൻ്റെതും കാണണം, ഭാര്യന്റെ വേദനയും കാണണം, മറ്റേ നാത്തുമാരതും കാണണം. ഇത് ആരെക്കുറിച്ചും ഒന്നും പറയാനും തിരിയാനും കഴിയൂല. എവിടെ പറഞ്ഞാലും അവിടെയൊക്കെ പ്രശ്നങ്ങളാ വരിക. ഇതെല്ലാം സഹിച്ചു കൊണ്ട് നടക്കണം. സ്വന്തം ഉമ്മ എന്താ വേണ്ടുള്ളൂ എന്നറിയോ? ഒറ്റ കാര്യമുള്ളൂ. നമ്മുടെ മോള് നമ്മുടെ മോള് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കോളേജ് പോകണം. അവള് ചിലപ്പോ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യാന്നറിയാം, അമ്മ ഞാൻ ഇവിടേക്ക് പോകാന്ന് പറഞ്ഞത്. അത് മകൾ എന്ന സ്വാതന്ത്ര്യമാണ്, അല്ലേ? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ പെൺകുട്ടിക്ക്, നമ്മുടെ മരുമോൾക്ക് അവരുടെ വീട്ടിലേക്ക് പോകാൻ, ഉമ്മ ഞാൻ ഇന്ന് പോട്ടെ എന്ന് ചോദിക്കാൻ ധൈര്യം ഉണ്ടാവുക. ചിലർക്കൊക്കെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് വന്നാ നിൽക്കുക. അങ്ങനെ ഒരു പേടി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മരുമക്കൾക്ക് ഉണ്ടാകരുത്. ആദ്യം മരുമോൾക്ക് അതിന്റെ സ്വാതന്ത്ര്യം കൊടുക്കണം. ഉമ്മാന്റെ കുട്ടി ഈ വീട്ടില് മരുമോളല്ല, മോളാണ്. അങ്ങനെ പറയാൻ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും സത്യത്തിൽ ഉണ്ടാവില്ല. എത്രയെത്ര പെൺകുട്ടികളാണ് കണ്ണീരൊലിപ്പിച്ച് വിട്ടുപോയിട്ടുള്ളത്. എത്ര ഉമ്മാരാണ് അവരെ കരയിപ്പിച്ചിട്ടുള്ളത്, ഇല്ലേ? അങ്ങനെ നിങ്ങൾ അമ്മായിമ്മമാരാവാതെ ശരിക്കും ഉമ്മമാരായി നോക്കിയേ. ഞാന് കുറച്ച് സംഗതികള്, കുറേ പ്രശ്നങ്ങൾ ഇടപെട്ടതിന്റെ പേരിലാ പറയണത്. മരുമകൾ കയറി വരുമ്പോ തന്നെ ഇവിടെ കാതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഇതാണ് മളെ ഇപ്പ നമുക്ക് തന്നതെന്ന് ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നതോടുകൂടെ കഴിഞ്ഞില്ലേ, എല്ലാ അവസ്ഥയും പോയില്ലേ. ഹക്കാണ് ഞാൻ ഈ പറഞ്ഞത് ട്ടാ. നാട്യരെ മുതലൊന്നും ഞമ്മക്ക് വേണ്ട, ആരതും വേണ്ട.
നമ്മളുടെ ഒരു മോളെ ഇത്രയൊക്കെ വളർത്തി വലുതാക്കി നമ്മുടെ കുഞ്ഞിന് സാന്ത്വനം നൽകാനുള്ള ഒരവസ്ഥയിലേക്ക് അവരെ എത്തിച്ച് വളർത്തിക്കൊണ്ടെന്ന് തന്നില്ലേ? അത്ര തന്നെ എമ്പാടുമല്ലേ? അത് മതി. മുതലൊക്കെ മുകളിൽ നിന്ന് ഒരാൾ തരും. അങ്ങനെ വാപ്പിയല്ല, അങ്ങനെ വേറെ ആരും അല്ലാതെ എല്ലാ കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു രംഗങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ രംഗത്തിന് സൗന്ദര്യം കൂടും. ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ സംഗമങ്ങൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കുടുംബ സംഗമം എന്നാണ് നമ്മൾ പറയല്. നമ്മൾ ഫാമിലി മീറ്റുകൾ നടത്തുന്നതറിയോ? അപ്പൊ നമ്മളോട് ഒരാൾ വന്ന് ചോദിക്കാണ്, പ്രതിപക്ഷ നേതാവ് അല്ലെ രാഹുൽ ഗാന്ധി, അവരുടെ അച്ഛന്റെ പേര് നമ്മക്കറിയും. നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ പറയണം കേട്ടോ, ചോദിക്കാൻ നേരല്ല. അവരുടെ ആ അച്ഛന്റെ അമ്മന്റെ പേരും നിങ്ങൾക്ക് അറിയും. പേരിപ്പം മനസ്സിൽ പറഞ്ഞില്ലേ? ആ അമ്മന്റെ അച്ഛന്റെ പേര് അറിയില്ലേ? ഫസ്റ്റ് പ്രധാനമന്ത്രി. അവരുടെ അച്ഛന്റെ പേരും നമ്മൾ പഠിച്ചിട്ടില്ല. ഇപ്പൊ എത്ര തലമുറയായി? 5 എണ്ണമായി. ഞാൻ ഇനി ഒന്ന് ചോദിക്കട്ടെ. ഞാന്, മകനും പേരക്കുട്ടിയും എല്ലാം നമ്മളാണല്ലോ. നമ്മുടെ അപ്പാന്റെ പേര് നമ്മക്കറിയും. നമ്മുടെ അപ്പാന്റെ പേരും അറിയും. 5 വല്യപ്പാന്റെ പേര് നമുക്ക് അറിഞ്ഞ 10,000 ഉറുപ്പിക ഇപ്പൊ തരാം നമുക്ക്. നമുക്ക് എത്ര വല്യപ്പാന്റെ പേരറിയും? ഇപ്പത്തെ പഠിക്കണം. നിങ്ങളൊരു കുട്ടികളെ വിളിച്ച് ചോദിച്ചു നോക്കി. നമ്മളെ പേരെ കുട്ടികളെ വിളിച്ചിട്ട് ചോദിക്കണം, എടാ അന്റെ അപ്പാന്റെ പേര്, വല്യപ്പാന്റെ പേര്. ഞങ്ങളെല്ലാരും കുഞ്ഞാക്കാന്നോട് വിളിച്ചിരുന്നത്. എന്താണെന്ന് അറിയില്ല, ഒരു കാരണോട് ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 25 വല്യപ്പാരുടെ പേര് നമ്മൾ പഠിച്ചത് എന്തിനറിയാമോ? അതൊരു സംസ്കാരമാണ്. നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയണം. ബന്ധങ്ങൾ എവിടെ ശക്തമാണോ ജീവിച്ചാൽ കൊതി തീരൂല. ബന്ധം എവിടെ തകരുന്നുവോ അവിടുന്ന് വല്ലാഹി നമുക്ക് ജീവിതം മടുപ്പായി പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കേണ്ടുന്ന സംഗതികളാണിത്. ഇതൊന്ന് പറഞ്ഞാൽ തീരൂല, എവിടുന്ന പറയേണ്ടതെന്നും തുടങ്ങുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ വിളക്കുകളായി മാറാൻ വാപ്പയായാലും ഉമ്മയായാലും ഒക്കെ നമുക്ക് സാധിക്കണം. നല്ലപോലെ ശ്രമിക്കണം. ജീവിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞത് പ്രസംഗിക്കാൻ പഠിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. ജീവിക്കാൻ പഠിക്കൽ കുറച്ച് ശ്രമകരമാണ്. നമ്മളാണ് മാറേണ്ടത്. നമുക്കേ മാറാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. റബ്ബുൽ ഇസ്സത്ത് നമ്മെ തുണക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനിയിപ്പോ അധികം സംസാരിക്കണമെന്നില്ല. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മുടെ മക്കളെ 1-2 പരിപാടികളുണ്ട്. പിന്നെ നമ്മുടെ സമ്മാന വിതരണമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗം അതാണ്. മുരടിന് ബാധിച്ച ഒരു രോഗത്തിന് ഇലയിൽ മരുന്നടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പടച്ചോനെ എന്നെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ, ഇമാമാക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വഴിയെ സഞ്ചരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിൻ്റെ ഒരു കരുതലും ഉണ്ടാവണം. അത് നമുക്ക് പ്രാർത്ഥിക്കേണ്ട എന്തറിയാം? അപ്പോൾ എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു സംഗതി, മക്കൾ ശരിയാവുന്നില്ല, ഇങ്ങനെ ആവുന്നില്ല, ഇങ്ങനെ ഇല്ല എന്നുള്ളൊരു പേടിയിലാണ് രക്ഷിതാക്കളായ നമ്മളെല്ലാവരും. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഒരു ആവേശത്തിലല്ല കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി ഇപ്പൊ പേരക്കുട്ടികളൊക്കെ ആയപ്പോൾ പ്രസംഗിക്കുന്നത്. അന്ന് ആവേശത്തിലൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ ആവേശം വരുന്നില്ല. കാരണം എന്താ അറിയോ? നമ്മുടെ മക്കള് എല്ലാവരും നമ്മൾ വിചാരിച്ചതുപോലെ അങ്ങനെയല്ല പോണത്. മാത്രമല്ല, നാട്ടിൽ കാണുന്ന ചിത്രങ്ങളും രൂപങ്ങളും നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇന്ന് വരെ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചർച്ച ഏതാ? ഒരാള് അവരുടെ ഭാര്യയെ കൊന്ന് കൊക്കയിലേക്ക് തള്ളി ജീവിതത്തെ വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിച്ചതിന്റെ സമകാലിക വായനയിൽ നമ്മൾ നിൽക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയിലാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എന്റെ മക്കളെ എന്നെപ്പോലെ ആക്കിയാൽ മതി റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ നമുക്ക്? ഇത് നമ്മൾ പോകുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. പടച്ചോൻ എന്റെ കുട്ടിനെ നീ എന്നെപ്പോലെ ആക്കിയാൽ മതി എന്ന് പറയാൻ കഴിയില്ലല്ലോ. എന്താ കാരണം? നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചോദിച്ചിരുന്ന സഹാബികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്തുള്ളൂ എന്ന് വെച്ചാൽ, നമ്മുടെ മക്കളുടെ റോൾ മോഡൽ നമ്മളാവാൻ ശ്രമിച്ചു നോക്കുക. ബാക്കി അള്ളാഹു ചെയ്തു തരും. നമ്മൾ നമസ്കാരശീലമുള്ളവരാവുക, കുടുംബസമേതം സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇത് വളരെ പ്രധാനമാണ്.
ഒരു ഹദീസിന്റെ ബാബിൽ തന്നെ നമുക്ക് കാണാം, ലഹഖല്ലാഹു അല്ലൈല മിൻ ഫിആലിക്കുമാ. ഒരു ബാബ്, ഒരു ഹെഡിങ് ആണത്. നിങ്ങൾ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഇന്നലെ രാത്രി സന്തോഷിച്ചു, ചിരിച്ചു എന്നാണ്. എങ്ങനെ? അള്ള ചിരിച്ചു, സന്തോഷിച്ചു. എന്താ, വലിയൊരു പ്രവർത്തനമല്ല, വളരെ നിസ്സാരമായ ഒരു പ്രവർത്തനമാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, അള്ളാഹു സന്തോഷിച്ച് ആയത്തിറക്കി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വന്ന ഒരു അതിഥിയെ അവിടുന്ന് അന്നം കൊടുക്കാനില്ലാഞ്ഞിട്ട് ആര് കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോ ഒരു ആള് കൊണ്ടയല്ലോ. അവര് കൊണ്ടുപോയി. വീട്ടിൽ ചെന്നപ്പോ മക്കൾക്കുള്ള ഭക്ഷണമേ ഉള്ളൂ, വേറെ ഇവർക്ക് തന്നെ തിന്നേണ്ട ഭക്ഷണമില്ല. അങ്ങനെ പറഞ്ഞു, നന്ദി, മക്കളെ കിടത്തി ഉറക്കിയാളെ എന്ന് പറഞ്ഞു. അവരെ ഉറക്കി. ഇയാൾക്ക് കൊടുക്കേണ്ട മാത്രം ഭക്ഷണം അത് വെച്ചു കൊടുക്കുമ്പോ, നിങ്ങൾ എന്താ തിന്നുക, നിങ്ങൾ എന്ത് തിന്നുമെന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഭാര്യ തന്നെ പറയാ, ഞാനൊരു കാര്യം ചെയ്യാം, ഭക്ഷണം കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ വിളക്ക് ശരിയാക്കാം, എന്നിട്ട് ഞാൻ ആ വിളക്ക് കെടുത്താം. അല്ലാതെ വിളക്ക് ഊതിയിട്ട് കൊടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഈ പെണ്ണെന്നെ, ഈ ഭാര്യ തന്നെ എന്ത് ചെയ്തു, ഈ സഹാബ വനിത ആ വിളക്ക് കെടുത്തി അയാളെ ഭക്ഷണം ഊട്ടി. നിങ്ങൾക്ക് ഒരു ചെറിയ നേരത്തെ അന്നം കൊടുത്തതിന് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ കഴിയുക. ഭാര്യയും ഭർത്താവും ആ വഴിയിൽ അങ്ങനെ നിൽക്കുക. ഒന്നുകൂടി ചിന്തിച്ചു നോക്കുക. ഉപ്പയും ഉമ്മയും നമസ്കാരശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട, മക്കളെ വഴിയെ വരും. അള്ളാഹ് അതിന് തൗഫീക്ക് തരും. ബാക്കിയെല്ലാം പടച്ചവന്റെ വിധിയാന്ന് വിചാരിക്കുക. നമസ്കാരത്തിന്റെ കാര്യത്തിൽ, ഖുർആൻ പഠനത്തിന്റെ കാര്യത്തിൽ, നന്മയുടെ മേഖലകളിൽ നമ്മൾ എവിടെയാണ് എന്ന് മാത്രം മനസ്സിനോട് ചോദിച്ചിട്ട്, പടച്ചോനെ ഒന്ന് കൈ ഉയർത്തി നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു പ്രധാന വചനമുണ്ട്, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല വഅയ്ഖല സൗജതുഹു വഇൻ നബത് നലജ ഫീ വജ്ഹിഹാ അൽമാ. ഒരാൾ രാത്രി എഴുന്നേറ്റ്, അയാള് തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുന്നത്, ഒളു എടുത്ത് നമസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ഇണയെ വിളിച്ചു. അവൾ വിസമ്മതിക്കുമ്പോ അവളുടെ മുഖത്ത് വെള്ളം തെളിച്ച് അവളെയും എഴുന്നേൽപ്പിച്ച് ഒന്നിച്ച് നമസ്കരിക്കുക. നേരെ തിരിച്ചു പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഹിമല്ലാഹു ഇംറഅതൻ ഖാമത മിനൽ ലൈൽ ഫസല്ലത്ത് വഅഖലത് സൗജഹാ വഇന്നബ നലജത് ഫീ വജ്ഹിഹി അൽമാ. ഈ പെണ്ണ്, അവൾ എഴുന്നേൽക്കുന്നു, എന്നിട്ട് അവളുടെ പ്രിയതമനെ വിളിച്ചുണർത്തുന്നു. അയാൾ വിസമ്മതിക്കുമ്പോ അയാളുടെ മുഖത്തേക്ക് അവൾ വെള്ളം തെളിക്കുന്നു. അവൾ അയാളെ വിളിച്ചുണർത്തിയവർ രണ്ടുപേരും നമസ്കരിക്കുന്നു. ഇങ്ങനെ ഒരു പെണ്ണിനെ, ഇങ്ങനെ ഒരാണിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ്. സത്യത്തിൽ ഇത് പറയാനല്ലേ നമുക്ക് കഴിയുള്ളൂ. നമ്മൾ എഴുന്നേറ്റോ ഇല്ലേ വേറൊരു വിഷയം. ഒരാൾ എണീറ്റ് വേറൊരാൾ തളർന്നുറങ്ങുമ്പോ കയ്യിലുള്ള വെള്ളം അയാളുടെ മുഖത്തേക്കോ അവളുടെ മുഖത്തേക്കോ തെളിച്ചാൽ ഉണ്ടാകുന്ന പുകിലുകൾ, അതുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതയുടെ ആഴങ്ങൾ എത്രയാ. അത് പറയാനല്ലല്ലോ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കി, ഭാര്യ ഭർത്താക്കന്മാരുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ അഗാധമായ ആഴങ്ങൾ, അതാണ് ഇതിന്റെ പ്രശ്നം. തളർന്നുറങ്ങുമ്പോൾ പോലും മുഖത്ത് വെള്ളം തെളിച്ചാലും പ്രശ്നമില്ലാത്ത അത്ര സ്നേഹനിധികളായ ഇണകൾ നമ്മളും ജീവിക്കാൻ തുടങ്ങി. കല്യാണം കഴിച്ചിട്ട് എൻ്റെ ഒരു 32 വർഷമായി. നിങ്ങളും അത്രയൊക്കെ വർഷങ്ങളായിട്ടുണ്ടാവും. കുറെ ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാനും എന്റെ പെണ്ണും, ഞാനും എന്റെ പ്രിയതമനും എന്റെ സഖാവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രയാണ്. ആ ബന്ധത്തിലൂടെ നല്ല ഒരു തലമുറ വളർന്നു വരണം. ആ അങ്ങനെ നമ്മളെ കണ്ട നമ്മുടെ മക്കൾ വളരുക. 1987 SSC ബാച്ച്, ആ ബാച്ചിന്റെ ഗെറ്റ് ടുഗദർ പരിപാടി ഇപ്പൊ കുറച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പൊ എല്ലാരും അഭിപ്രായങ്ങൾ പറയണം. നമ്മളെ പരിപാടിയൊന്നും എല്ലാരും അഭിപ്രായങ്ങൾ പറയണം എന്ന് പറഞ്ഞപ്പോ ഒരാൾ മാത്രം എണീറ്റ് എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നില്ല, എന്റെ അഭിപ്രായം എന്റെ കുട്ടി, 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും, +2 പഠിക്കുന്ന ആ മകൻ എന്റെ അഭിപ്രായങ്ങൾ പറയാം. +2 കഴിഞ്ഞ പയ്യനാണ്. അവൻ എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ വാപ്പ എന്നെ ചീത്ത പറയില്ല, എന്റെ പെങ്ങളെ, എന്റെ സഹോദരിയെ ചീത്ത പറയും. സദസ്സിന്റെ മുമ്പിലാ പറയണത്. ആണും ഒരു പെണ്ണുമേ ഉള്ളൂ. എന്റെ ഉപ്പ എന്നെ ചീത്ത പറയില്ല, ഇവളെ ചീത്ത പറയും.
അത് കേട്ടപാടെ അപ്പൊ സദസ്സൊന്ന് നിശ്ചലമായി. എന്നിട്ട് പറഞ്ഞു, എപ്പോഴാ ചീത്ത പറയാന്നറിയോ? ഭക്ഷണം കഴിക്കുന്ന സമയത്താണ്. എന്റെ പെങ്ങളുട്ടി ഭക്ഷണം കഴിക്കുമ്പോ അവളുടെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം നിലത്ത് വീഴും. അപ്പൊ ഉപ്പ അവളെ ചീത്ത പറയും. ഞങ്ങളുടെ ഉപ്പയുടെ പാത്രത്തിലേക്ക് നോക്കുമ്പോ ഉപ്പയുടെ പാത്രം വളരെ വൃത്തിയുള്ളതും വളരെ മനോഹരമായിട്ടാണ് ഉപ്പ തിന്നുക. ഒരു ഭക്ഷണം പോലും പുറത്തു വീഴില്ല. എന്നിട്ട് പറഞ്ഞു, അതിന് മാത്രമാണ് പെങ്ങളെ മോളെ ഉപ്പ ചീത്ത പറയുന്നത്. ഞങ്ങളുടെ റോൾ മോഡൽ ഞങ്ങളുടെ വാപ്പയാണ്. ആ വാപ്പ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, വാപ്പയുടെ ഉമ്മ ഉപ്പയെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ അത്യാവശ്യമൊക്കെ ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഒരു വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ സ്കൂളിലേക്ക് നമ്മളൊക്കെ പണ്ട് പഠിക്കുമ്പോഴല്ലേ, ഇന്നല്ലേ പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ഒക്കെ തുടങ്ങിയത്. പണ്ട് വീടിന്റെ അടുക്കള ഭാഗത്ത് എന്താ തിന്ന എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് എന്താ തിന്ന എന്ന് ചോദിക്കുന്നത് വേറെ സംസ്കാരത്തിലാ. പണ്ട് ഒന്നും തിന്നാൻ കാഞ്ഞിട്ടാണ്. ഇന്നൊക്കെ എന്താ തിന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ഇന്നതൊക്കെ ഉണ്ട്. 5-8 ഐറ്റംസ് ഉണ്ട്. ഇതിൽ ഏതാ തിന്നണ്ടെന്നാണ് ഇന്ന് ചോദിക്കണ എന്താ തിന്നാന്നുള്ളത്. അന്ന് ചോദിക്കണ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അന്ന് വലിയ പാത്രത്തിൽ ഉമ്മ എന്ത് ചെയ്യുന്നറിയോ? കുറച്ച് ഭക്ഷണമാക്കി കൊടുക്കും. എന്നിട്ട് ഉമ്മന്റെ കുട്ടി കൂടെയുള്ള ആളുകൾക്ക് കൂടി ഇത് പങ്കുവെക്കണം. എങ്ങനെ? പങ്കുവെക്കലിന്റെ രീതിശാസ്ത്രം അതിമനോഹരമായി ആ ഉമ്മ മക്കളെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ റോൾ മോഡൽ ആരാവണം? നമ്മുടെ മാതാപിതാക്കൾ. നമ്മൾ റോൾ മോഡലായി മാറണം നമ്മുടെ മക്കളുടെ. അങ്ങനെയുള്ളൊരു രീതി ഉണ്ടല്ലോ, ആ രീതി ഉണ്ടായാൽ മതി. ഞാൻ പാലക്കാട് ടൗൺ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് വളരെ ബന്ധമുള്ള ഒരാളാണ് അയാള്. അന്നത്തെ കാലത്ത് ബന്ധമുള്ള ഒരാൾ. ഇപ്പൊ അയാളിന്റെ അടുത്ത് അടുത്ത ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ട് പറഞ്ഞു, മൗലവി, നമ്മുടെ കുട്ടിക്കൊരു പെണ്ണ് വേണം. നിങ്ങൾക്ക് അതിന് പെണ്ണ് വേണമെന്നുള്ളതിന് എനിക്ക് ആ ഒരൊറ്റ വാക്കേ പറയാനുള്ളൂ. എന്താ ഉള്ളൂന്ന് വെച്ചാൽ, എന്നോട് അന്നത്തെ കാലത്തെ ഒരു ഉസ്താദ് പറഞ്ഞു തന്ന ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ, ഞാൻ പെണ്ണ് കാണാൻ പോകുമ്പോ എന്റെ ആ ഉസ്താദിനോട് പറഞ്ഞു, പെണ്ണിനെ കാണുമ്പോൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം അവളെ സ്വഭാവം മാത്രം നോക്കിയാൽ പോരാ, ഉമ്മ നമസ്കരിക്കുമെന്ന് കൂടി നോക്കണട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഇവളെ കണ്ടോടുകൂടി പിന്നെ അത് മതി, ഇനി വാപ്പ എന്തുമ്മായാലും വേണ്ടില്ല, ഇതന്നെ മതി എന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് മനസ്സിലായി അതിന്റെ അനുഭവം എന്താണെന്നുള്ളത്. അതുകൊണ്ട് പിന്നെ കുട്ടി നന്നാവണം, കുട്ടിന്റെ ഉമ്മ നമസ്കരിക്കുന്നു, കുടുംബ പശ്ചാത്തലം അതിന് പറ്റുന്നതാണോ എന്നും കൂടി നോക്കണം എന്നുള്ളതാണ്. അത് വളരെ രസകരമാണ്. അത് വളരെ അനുഭവം നിറഞ്ഞതുമാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ നമ്മിലേക്ക് നിങ്ങൾ ചേർത്തി വായിക്കാട്ടോ, വേറെ വിശദീകരണത്തിലേക്ക് നിൽക്കുന്നില്ല. അതുകൊണ്ട് നല്ല അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കണം. സൽപ്രവർത്തനങ്ങളിൽ നമ്മൾ നിരതരാവണം. അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാവും. എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, ജിദ്ദയിലുള്ളവൻ, അവൻ ചെറിയ വരുമാനം കൊണ്ട് ഒരു കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുത്തു. ചെറിയൊരു നല്ല വീട്. ആ വീടുണ്ടാക്കി കൊടുത്തിട്ട് ആ വീടിന്റെ പുരകേറി താമസിക്കുന്ന ആ ദിവസം, ഇന്ന് വൈകുന്നേരം, അത് ഒരു വിധവ 2 മക്കളുള്ള ഒരു കുടുംബത്തിനാ. ഇവന്റെ പെണ്ണു അടുത്തിരുന്നിട്ട് വൈകുന്നേരം ഈ കുടുംബത്തിനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇത്ത, എന്തെങ്കിലും സഹായങ്ങൾ ഇനി നിങ്ങൾക്ക് അധികം വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം എന്ന് പറയാനാണ് ഇവർ രണ്ടുപേരും പാടെ വിളിക്കുന്നത്. ആ സമയത്ത് ഈ ഫോൺ വിളിച്ച് ഹലോ എന്ന് ചോദിച്ച് സലാം പറഞ്ഞ ഉടനെ ആ ഇത്ത പറഞ്ഞത് ഒറ്റ വാക്കുണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സ്വർഗത്തിൽ ഇതിനേക്കാളും മനോഹരമായ ഒരു വീട് അള്ളാഹു നൽകട്ടെ എന്ന് ഞാനും എന്റെ മക്കളും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സ്വർഗത്തിൽ ഇതിനേക്കാളും നല്ലൊരു വീട് തരാൻ ഞാനും എന്റെ മക്കളും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ട പാടെ ഈ നമ്മുടെ സഹോദരന്റെ കണ്ണ് നിറഞ്ഞിട്ട് ബാക്കിയൊന്നും പറയാൻ കിട്ടിയില്ല. എളുപ്പം ഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ട് അടുത്തിരിക്കുന്ന ഭാര്യനോട് ചോദിച്ചു, എടി പെണ്ണേ, നീ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? എങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ഇപ്പൊ നമ്മൾക്ക് നരകത്തുനിന്ന് രക്ഷിക്കണം, സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നൊക്കെ പറയുമെങ്കിൽ പോലും എനിക്കും എന്റെ കുടുംബങ്ങൾക്ക് ഒന്നിച്ച് പടച്ചോനെ സ്വർഗത്തിൽ ഒരു ഭവനം തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കലുണ്ടോ? ശരി, അത് അപൂർവ ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു സൽക്കർമ്മത്തിന്റെ പേരിൽ മറ്റൊരാള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അത്രത്തോളം ഉള്ളതാണെന്നാണ്. അതിന് സ്നേഹം ഉണ്ടാകണോ? നല്ല ആത്മബന്ധം ഉണ്ടാകണോ? രണ്ടാളും ഒന്നിച്ച് നമസ്കാര ശീലമുള്ളവരാകുക, ഒന്നിച്ച് ഇബാദത്തുകൾ ചെയ്യുക,
ഒന്നിച്ച് സൽപ്രവർത്തനങ്ങൾ ഏർപ്പെടുക. മാത്രമല്ല, നമ്മൾ കുടുംബ സംഗമത്തിലാണ്. നമ്മുടെ മക്കൾക്ക് ഹറാമിന്റെ അംശം പോലും തീറ്റരുത്. അത് ഒരു കുടുംബ സംവിധാനം നിലനിൽക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ തത്വമാണ്. പ്രിയരെ, അല്പൊക്കെ വിഭവങ്ങൾ കുറഞ്ഞോട്ടെ, അതിലൊന്നും ഒരു പ്രശ്നമല്ല. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ മക്കളെ പ്രാപ്തരാക്കണം. ഹലാൽ അല്ലാത്ത ഹറാമിന്റെ ഒരു അംശം അവർക്ക് വരരുത്. ഹലാല് മാത്രം വരാവുന്ന വിധത്തിൽ നമ്മൾ അതിനെ സംവിധാനിക്കണം. അതിന് രക്ഷിതാക്കൾ എന്ന നിലയിൽ നേരത്തെ അനസാറ് സൂചിപ്പിച്ചതുപോലെ അതിന്റെ അംശം വന്നാൽ അത് തലമുറകളോളം അതിന്റെ അപകടങ്ങൾ നിലനിൽക്കുമെന്നാണ്. നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ഒരുപാട് സ്വത്ത് മക്കൾക്ക് ഉണ്ടാവുക, അതിലൊന്നൊരു പ്രാധാന്യമില്ല. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹം വേർപിരിയുമ്പോ ആകെ 9 ദീനാറാണ് 11 കുട്ടികൾക്ക് വിതരണം ചെയ്തു കൊടുക്കാനുള്ളൂ, അനന്തരാവകാശം മുതല്. പക്ഷേ ലക്ഷക്കണക്കിന് മുതലുകളുടെ കൈമുതലുള്ള സമ്പന്നരായ മക്കളായിട്ടാണ് ആ മക്കൾ മരിക്കുന്നത്. അവരുടെ അളിയന്റെ മക്കൾക്ക് ആയിരക്കണക്കിന് ദീനാറുകൾ അനന്തരാവകാശ മുതൽ കിട്ടിയിട്ട് ആ മക്കൾ മരിക്കുന്നത് ദരിദ്രന്മാരായിട്ടാണ്, ഒന്നുമില്ലാത്തവരായിട്ടാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഉണ്ടാക്കി വെച്ചു, അങ്ങനെയൊന്നുമില്ല. നല്ല കാര്യബോധമുള്ള ദീനീ മക്കളാക്കി വളർത്തുക. നമ്മൾക്ക് ഹറാമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുക. എത്രത്തോളം ഈ പറഞ്ഞ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ ഒരു കഥ ഇപ്പൊ ഓർമ്മ വരിക. വളരെ സുമുഖന, 36 മരണപ്പെടുന്നത്. ഒരു സമയത്ത് ബൈത്തുൽ മാലിലെ ആപ്പിളുകൾ പറിച്ചു കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്, മക്കൾക്ക് ഈ പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ. തന്റെ ഒരു മകൻ അതിൽ നിന്നൊരു ആപ്പിൾ എടുത്ത് കടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അത് പിടിച്ചു വാങ്ങി അപ്പുറത്തേക്കിട്ട് കുഞ്ഞിനെ ഭാര്യ ഫാത്തിമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. കുഞ്ഞ് കരയുന്നുണ്ട്. അന്ന് രാത്രി ഭക്ഷണം വെച്ച് കൊടുത്തപ്പോ, കഥ നിങ്ങൾക്കറിയാം, ഒരു ചെറിയ ആപ്പിളിന്റെ കഷ്ണം കൂടി ഈ ഭക്ഷണത്തിന്റെ കൂടെയുണ്ട്. ആ ചെറുപ്പക്കാരനായ ഉമറും തന്റെ പ്രിയതമയും ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് സംസാരത്തിനിടക്ക്, ഇതെവിടെ നിന്നാണ് ഫാത്തിമ? കഴിച്ചോളൂ, ഹലാല. മറുപടി ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവം മാറിയപ്പോ എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെയാണ്, ബൈത്തുൽ മാലിൽ നിന്ന് നമ്മൾ വിഭവങ്ങൾ എടുത്തതിൽ നിന്ന് ഒരല്പം മാറ്റിവെച്ച് അത് വിറ്റ് കിട്ടിയ മുതല് കൊണ്ട് വാങ്ങിച്ച ആപ്പിളിന്റെ ഒരു കഷ്ണം നമ്മുടെ കുട്ടിക്കും കൊടുത്ത് അതിന്റെ ഒരു കഷ്ണം നിങ്ങൾക്കും തന്നതാണ്. സമയം ആ ചെറുപ്പക്കാരനായ മഹാനായ ഉമർ പറഞ്ഞൊരു കഥയുണ്ട്. മോളെ, നമ്മുടെ മക്കൾക്ക് വേണമെങ്കിൽ നമ്മൾക്ക് അധികാരം ഉപയോഗിച്ചുകൊണ്ട് മക്കൾക്ക് എന്തും കൊടുക്കാം. പക്ഷേ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ അർഹതയില്ലാത്തൊരു മുതൽ തിന്നതിന്റെ പേരിൽ നമ്മളും നമ്മുടെ മക്കളും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവരുതല്ലടി മോളെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. നിങ്ങൾ നോക്കിയേ, ആ പാതിരാവിന്റെ വേളയിൽ അവരുടെ നെഞ്ചകം പൊട്ടുന്നത് ഇന്നതിന്റെ പേരിലാണ്. അതുകൊണ്ട് ചുരുക്കട്ടെ സഹോദരങ്ങളെ, നമ്മൾ ഒന്നിച്ച് ഒരു ദീനിന്റെ മേഖലകളിൽ പരമാവധി നിലനിൽക്കാൻ ശ്രമിച്ചാൽ അത് കണ്ടു പഠിക്കുന്നൊരു മക്കളുണ്ടല്ലോ, അവരങ്ങനെ ആ വഴിക്ക് വരും. അവരെന്തോ പഠിക്കട്ടെ, അവരെവിടെ പോകട്ടെ, പക്ഷെ അവരുടെ കൈമുതലായി ഖുർആന് കൂടി കൊടുക്കുക. പുതിയ മക്കളോട് സൂചിപ്പിക്കാനുള്ളത്, മക്കളെ, രക്ഷപ്പെടാനുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷെ സുഖം എന്ന് നമ്മൾ കാണുന്ന പലതും ഉണ്ടാകാം. ആ സുഖങ്ങൾക്കൊന്നും ആയുസ്സില്ല എന്ന് നമ്മളുടെ ആയുസ്സിൽ തന്നെ തെളിയിക്കപ്പെട്ടിട്ട് മാത്രമേ നമ്മളെ തിരിച്ചു വിളിക്കുകയുള്ളൂ. ജീവിതത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന ഈ ലൈംഗിക സുഖങ്ങളും ഈ ആഭാസ്യങ്ങളുമല്ല എന്ന തിരിച്ചറിവ്, പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകണമെന്ന് എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരോട് സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ മക്കൾ നമ്മെ ആദരിക്കണമെങ്കിൽ, ഇന്നലെ ഞാൻ ആ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ കരുതുന്നുവോ, ആ കരുതൽ കണ്ടാണ് നമ്മെയും നമ്മുടെ മക്കൾ ആദരിക്കുക. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്നിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ,
വലാ തദുറഹും വവഫിഖ്ഹും ലിതാഅതിക് വർസുഖ്നാ ബിർറഹും. ആദ്യ ഉപ്പാക്കും ഉമ്മാക്കും ചോദിക്ക്, എന്നിട്ട് ഇപ്പുറത്തുനിന്ന് ആഗ്രഹിച്ചോ. സ്വന്തം വാപ്പാന്റെ ഉമ്മാന്റെ ഖബർ അറിയാത്ത, അവർക്ക് വേണ്ടി ഒന്ന് കൈയുയർത്താത്ത മക്കൾ ആണ് നമ്മളെങ്കിൽ എന്റെ മക്കൾ എന്നെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അത് വ്യർത്ഥമാണ്. ആ മോഹം അതൊരു ദുരാഗ്രഹമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് സമകാലിക വായനകൾ കൃത്യമായി നടക്കണം. ഈ കുടുംബ സംഗമം ഇങ്ങനെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകണം. ഒരുപാട് കുറവുകൾ നമുക്കൊക്കെ ഉണ്ട്. മനുഷ്യനെന്ന നിലയിൽ കുറവുകളില്ലാത്തവരാരുമില്ല. എല്ലാവർക്കും കുറവുകളുണ്ട്. ആ കുറവുകളൊക്കെ അംഗീകരിച്ചു കൊണ്ട് തന്നെ ഒന്നിച്ചടുക്കാൻ, സ്നേഹിക്കാൻ, ജീവിക്കുന്ന കാലം അത്രയും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ, നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള പ്രാർത്ഥനയുമായി നീങ്ങുക. ഞാൻ പലവട്ടം കേൾപ്പിച്ചിട്ടുള്ള ഒരൊറ്റ സംഭവം മാത്രം ഓർമ്മയിൽപ്പെടുത്തി അവസാനിപ്പിക്കാം. മഹാനായ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു യുദ്ധത്തിൽ ഷഹീദാകുന്നു. അത് ഷഹീദാകുന്നതിന്റെ യുദ്ധവും കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ല. ഏതായാലും ക്ലാസിയത്ത് അറിയിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ മരണവിവരം, ഷഹീദായ വിവരം കെട്ടി ഈ സൈന്യം മദീനത്തേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഓരോ കുടുംബങ്ങളിലേക്ക് താസിയത്ത് അറിയിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഫർ ബിൻ അബി ത്വാലിബിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് റളിയല്ലാഹു അൻഹു. ഇവര് സ്വന്തക്കാരാണല്ലോ, ഒന്നിച്ചൊരു കുടുംബത്തിൽ വളർന്നവരുമാണ്. അവരുടെ ഭാര്യ അസ്മാ ബീവി, ഭർത്താവ് വരുമ്പോഴേക്ക് അവരെ സ്വീകരിക്കാൻ വേണ്ടി ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി, ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവ് വരെ കുഴച്ച് മക്കളെ ഒക്കെ കുളിപ്പിച്ചൊരുക്കി ഉപ്പയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന വേളയില് റസൂലുള്ളാഹി അങ്ങനെ വന്നു. മുഖത്തൊരു ഒരു ഒരു സങ്കടത്തിന്റെ ഭാവമുണ്ട്. എവിടെ അസ്മ മക്കൾ എന്ന് ചോദിച്ചു. മക്കൾ അപ്പുറത്ത് കളിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളെ എടുത്ത് തുരുതുരേ ഉമ്മ വെച്ച് നബിയുടെ കണ്ണിങ്ങനെ ഈറനണിഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഫാത്തിമ സങ്കടത്തോടു കൂടി നബിയുടെ മുഖത്തേക്ക് നോക്കി. ജാഫർ എവിടെ എന്ന് ചോദിച്ചില്ല. കാരണം ചോദിച്ചാൽ കേൾക്കുന്നത് സങ്കടം നിറഞ്ഞ വാക്കുകളാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അവസാനം ചോദിച്ചു, എന്റെ ജാഫർ വന്നില്ലേ? അപ്പോ ഒരു വാചാലമായ നോട്ടം റസൂലുള്ളാഹി സമ്മതിച്ച്, നേരത്തെ എന്റെ ജാഫർ എന്ന് പറഞ്ഞ് അവര് പൊട്ടിക്കരഞ്ഞു, ഉറക്കെ കരഞ്ഞു, എന്റെ ജാഫർ എന്ന് വിളിച്ച്. അവസാനം കരച്ചിൽ നിർത്താതിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, രക്തം പുരണ്ട ചിറകുകളുമായി സ്വർഗ്ഗത്തിൽ പാറിപ്പറക്കുന്ന ഒരു പറവയായി ഞാൻ ജാഫറിനെ കണ്ടുകൊണ്ടാണ് മോളെ ഇങ്ങോട്ട് വന്നിട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ആ സാന്ത്വനപ്പെടുത്തലൊന്നും അവർക്ക് സമാധാനമായില്ല. ഞാൻ എന്നിട്ടും കരഞ്ഞുപോയി, എന്റെ ജാഫർ എന്ന് വിളിച്ചിട്ട്. അവസാനം എനിക്ക് തോന്നി, എനിക്കെന്റെ ജാഫർ നഷ്ടപ്പെട്ടാലും എന്റെ ജാഫറിന് സുഖമായല്ലോ, അവർക്ക് സുഖമായല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയരെ, വാക്കുകൾ നിർത്തുന്നു. ഏതൊരു മരണവും ആര് മരിച്ചാലും അത് നഷ്ടമാണ്. അതെത്ര പ്രായമായാലും എത്ര പ്രായമില്ലെങ്കിലും പകരം വെക്കാൻ ആളുകളില്ല. അതുകൊണ്ട് പോകുന്നവർക്ക് നമുക്കും നഷ്ടം, പോകുന്നവർക്കും നഷ്ടമാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. കുടുംബം അതൊരു വല്ലാത്ത ഒരു അനുഭവമാണ്. അതതിന്റെ ഫീല് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അതുമായിട്ടൊക്കെ അകന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് എങ്ങനെ ബോധ്യപ്പെടാം. നിങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ വീടല്ല, നിങ്ങൾ വന്ന വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോ അവിടേക്ക് പോകുമ്പോൾ ആ വീട്ടിലേക്ക് കണ്ട് എത്തിയ പിന്നെ നിങ്ങൾ വേറെ ഏതൊരു ലോകത്തുണ്ടാവുക. അതാണ് നമ്മുടെ രക്തം ആ ചേരുന്ന പാർക്കുന്ന സ്ഥലത്തോടുള്ള നമ്മുടെ ആത്മബന്ധം. ഇങ്ങനെ ഇരുന്നാ പോരാ, ഇതിനേക്കാളും അടുത്തിരുന്ന് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ വല്യമ്മമാരും നമ്മുടെ വല്യപ്പമാരും നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും പേരമക്കളും ഒക്കെ ഒന്നിച്ച് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ മഹ്ശറയിൽ നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടുമ്പോ ഇതിനേക്കാൾ ആനന്ദത്തോടു കൂടി കാണാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നമുക്ക് കഴിയണം. ആ ബോധ്യം വളർത്തുന്നതിനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിനുമാണ് നമ്മുടെ ഈ സംഗമങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതല്ലാതെ ഇതിൽ വേറെ ഒരു സംഗതിയില്ല. അത്തരത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ വലിയ പല ഉപ്പമാരും പല ഉമ്മമാരൊക്കെ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. പലരും രോഗികളായി കിടക്കുകയാണ്, സ്വസ്ഥതയിലാണ്. എല്ലാവർക്കും പടച്ച റബ്ബ് രോഗികളായ നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും അല്ലാഹു
ശിഫ നൽകി, ആരോഗ്യം നൽകി. ഏതാണ് ഹൈറെങ്കിൽ ആ ഹൈറ് തന്ന് അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം തന്ന് അവരെയും നമ്മെയും അള്ളാഹു തുണക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. നമുക്ക് ആഫിയത്ത് പടച്ചവൻ പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഗസയിലെ മക്കള് അവരുടെ വേദനയുടെ നെരിപ്പോടിൽ അതിന്റെ ഉത്തുംഗതയിലാണുള്ളത്. ശമനത്തിന്റെ സാധ്യതകൾ കാണുന്നുണ്ടെങ്കിൽ പോലും അവിടെയും അവിടെയും കുൽസിത ശ്രമം നടത്തുന്ന ആളുകൾ പല പല അസ്വസ്ഥതകളും ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കാം. എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവല് നൽകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. കുടുംബത്തോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ച റബ്ബ് നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. ഈ ഇരിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു അടുപ്പം നൽകുകയും സ്നേഹം നൽകുകയും എല്ലാവിധത്തിലുള്ള ഹഖദുകളിൽ നിന്നും ഹസദുകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ ദുആ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على خير خلقه نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليك. السلام عليكم ورحمة الله وبركاته.